അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ട ജെഫ്രി എപ്സ്റ്റീൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ രേഖകൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ, വ്യവസായ, സാംസ്കാരിക മേഖലകളിലെ ശക്തരായ വ്യക്തികളെ വീണ്ടും പൊതുചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഫിനാൻസിയർ ജെഫ്രി എപ്സ്റ്റീൻ തന്റെ ജീവിതകാലത്ത് അതിസമ്പന്നരും സ്വാധീനശാലികളുമായ നിരവധി വ്യക്തികളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയണം. ഈ രേഖകളിൽ പേരുൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആരെയും കുറ്റവാളിയെന്ന് വിളിക്കാൻ കഴിയില്ല. പലരും തന്നെ എല്ലാ ആരോപണങ്ങളും ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. തെക്ക് ലോകത്തെ പ്രമുഖൻ ഇലോൺ മസ്കുമായി ഇമെയിൽ കൈമാറ്റം നടത്തിയതായി രേഖകളിലുണ്ട്. 2012 ഒരു ഇമെയിലിൽ നിങ്ങളുടെ ദ്വീപിൽ ഏറ്റവും വൈൽഡ് പാർട്ടി ഏത് ദിവസമാണ് എന്ന ചോദ്യം ഉൾപ്പെട്ടിരുന്നു. എന്നാൽ എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപായ ലിറ്റിൽ സെന്റ് ജെയിംസിൽ താൻ ഒരിക്കലും പോയിട്ടില്ലെന്നും ഈ ഇമെയിലുകൾ തന്റെ പേരിന് കളങ്കം ചാർത്തപ്പെടുമോ എന്ന ആശങ്കയുണ്ടെന്നും മസ്ക് വ്യക്തമാക്കി. അതേസമയം എപ്സ്റ്റീനൊപ്പം ഗുരുതര കുറ്റം ചെയ്തവർക്ക് കടുത്ത നിയമ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി ബന്ധപ്പെട്ട 2013 2 ഇമെയിലുകളും രേഖകളിലുണ്ട്. ഇവ എപ്സ്റ്റീൻ ഡ്രാഫ്റ്റ് ചെയ്തതാണോ ഗേറ്റ്സിന് അയച്ചതാണോ എന്നതിൽ വ്യക്തതയില്ല. ഇവ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ മാത്രമാണെന്ന് ഗേറ്റ്സിന്റെ വക്താവ് പ്രതികരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെക്കുറിച്ച് പുതിയ ഫയലുകളിൽ നിരവധി തവണ പരാമർശിക്കപ്പെടുന്നു. എന്നാൽ ഇവയിൽ പലതും തെളിവില്ലാത്ത പരാതികളാണെന്ന് അദ്ദേഹത്തിന്റെ വക്താക്കൾ വ്യക്തമാക്കി. എപ്സ്റ്റീനുമായി പതിറ്റാണ്ടുകൾക്ക് മുൻപേ ബന്ധം അവസാനിപ്പിച്ചു എന്നും ട്രംപിനെതിരെ ഇരകളാരും കുറ്റം ചുമത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ മുൻ അംഗമായ ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസറിനെ സംബന്ധിച്ച ചിത്രങ്ങളും രേഖകളിലുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾക്ക് വ്യക്തമായ പശ്ചാത്തല വിവരങ്ങളില്ല. ആൻഡ്രൂ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം സൃഷ്ടിച്ചത് ലോർഡ് പീറ്റർ മാൻഡൽസണുമായി ബന്ധപ്പെട്ട രേഖകളാണ്. എപ്സ്റ്റീൻ മാൻഡൽസണുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് 75,000 പൗണ്ട് കൈമാറിയതായി ബാങ്ക് രേഖകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ ക്രിമിനൽ അന്വേഷണം ആരംഭിക്കുകയും മാൻഡൽസൺ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. എന്നാൽ കുറ്റങ്ങളിൽ പങ്കില്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഈ രേഖകൾ കുറ്റവാളികളുടെ പട്ടികയല്ല, ബന്ധങ്ങളുടെ രേഖകളാണ്. നിയമപരമായി കുറ്റം തെളിയിക്കപ്പെടാതെ ആരെയും കുറ്റവാളിയാക്കാൻ കഴിയില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ.